ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 തിരുവചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. സ്നേഹത്തിന്റെ വില ചോദിച്ചറിയുന്ന ഒരു തിരുവചനം. ഈശോ ചോദിക്കുകയാ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാട്ടിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? മനുഷ്യന്റെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ദൈവം വില കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം മറ്റൊന്നുകൂടെയുണ്ട്. 3 വട്ടം തന്നെ തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 വട്ടം കർത്താവ് സ്നേഹിക്കുന്നു 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 എന്ന് തിരിച്ച് പറയിക്കുകയാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഭയപ്പെട്ടു പോയത് കൊണ്ട് പത്രോസ് 3 വട്ടം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാ. എന്നാൽ തന്റെ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു പറയിക്കുകയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. നീ അങ്ങനെ പറഞ്ഞില്ലേ, എന്നെ തള്ളി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് വിധിച്ചു മാറ്റി നിർത്തുകയല്ല, ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നു എന്ന് പറയിക്കുകയാ. മറ്റുള്ളവരെ കൂടി അത് കേൾപ്പിക്കുകയാ. അതാണ് ദൈവസ്നേഹം. നീ എന്റെയാ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എല്ലാവരും അറിയട്ടെ. എങ്കിൽ നിന്റെ സ്നേഹത്തിന് പകരമായി ഇതാ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നയിക്കാനുള്ള അധികാരം കൂടെ ഞാൻ നിനക്ക് നൽകുകയാണ്. അതാണ് ദൈവസ്നേഹം. മാറാത്ത ആ സ്നേഹത്തിന്റെ മുന്നിൽ നമുക്കും ജീവിതം കൊടുക്കാം. ഏറ്റു പറയാം, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുവെന്ന്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.